ഹായ് മക്കളെ, ഇത് നിങ്ങൾക്ക് മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരുപാട് വർഷക്കാലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയിട്ട് അതിൽ നിന്നൊക്കെ ഏറ്റവും വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒന്നും പഠിക്കാത്തവർക്ക് എന്തെങ്കിലും മാർക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, ഇനി A+ ആഗ്രഹിക്കുന്നവർക്ക് ഇത് പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ പോവരുത്. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ മക്കളെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കി വെച്ച് കേട്ടോ. എന്താണ് റിബൽസ് ആൻഡ് രാജ്? റിബൽസ് ആൻഡ് രാജിലെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് നോക്കുന്നത്. റിബൽസ് ആൻഡ് രാജിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്? ഒന്ന്, റിബൽസ് ആൻഡ് രാജിൽ ആ ചിത്രങ്ങളില്ലേ മക്കളെ, നമ്മുടെ ചിത്രങ്ങൾ, അതായത് നാഷണലിസ്റ്റ് ചിത്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ വെസ്റ്റേൺ, അതായത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഇൻ മെമ്മോറിയം, മിസ് വീലർ, റിലീഫ് ഓഫ് ലക്നൗ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ, അതൊക്കെ മക്കൾ പഠിച്ചു വെക്കണം. മോഡൽ എക്സാമിന് ചോദിച്ചതാണ്. മോഡൽ എക്സാമിന് മാത്രമല്ലടാ, പബ്ലിക് എക്സാമിന് ഒരുപാട് വട്ടം ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഒന്ന് പഠിക്കണത് കണ്ടോ. 2 ടൈപ്പ് ചിത്രീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ, അത് മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ ആ ചിത്രങ്ങൾ? അപ്പോൾ ആ കുറേ കാര്യങ്ങളൊക്കെ ഇതാ, റിലീഫ് ഓഫ് ലക്നൗ പറയുന്നുണ്ട്, മെമ്മോറിയം പറയുന്നുണ്ട്, മിസ് വീലർ പറയുന്നുണ്ട്, അതുപോലെ ആരാണ് വരച്ചത്, ആരുടെ ചിത്രങ്ങളാണ് അല്ലെങ്കിൽ ആരുടെ പെയിൻറ്റിങ്സ് ആണെന്നും കൂടി പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ നാഷണലിസ്റ്റും കാര്യങ്ങളും പഠിച്ചു വെക്കാം. പിന്നെ പഠിക്കുന്നതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് 1857 റിവോൾട്ട്. 1857 1857 റിവോൾട്ടാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് എന്തൊക്കെയാണ്? ഒന്ന്, നെയ്യുണ്ടല്ലോ, പിഗിൻ്റെയും പശുവിൻ്റെയും നെയ്യ് പുരട്ടിയ അത് വെടിയുണ്ടകൾ, അത് പിന്നെ അതുപോലെ തന്നെ കോമൺ മാനെ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറയുന്ന കാര്യമാണ് എല്ലാ ഇന്ത്യൻസിനെയും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റം എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, അതായത് ദത്തവകാശ നിരോധന നിയമം, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ മക്കളെ. പിന്നെ അതുപോലെ തന്നെ നോട്ടൊക്കെ കിട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റിയിൽ കമൻറ്റ് ബോക്സിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ ജോയിൻ ചെയ്യണം മക്കളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സാറേ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യും, അത് ഹിസ്റ്ററിൻ്റെ മാത്രമല്ല കേട്ടോ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് പറയാണ്ടെങ്കിലും, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എക്കണോമിക്സിൻ്റെ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സാറേ ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ അക്കൗണ്ടിലേക്ക് SP അടിവര സഹദ് ഇതിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെസ്സേജുകൾ, ഞാൻ റിപ്ലൈ ചിലപ്പോൾ ലേറ്റ് ആവും, പക്ഷേ എന്നാലും ഞാൻ ഇന്നലെ രാത്രി നിന്നിട്ട് ഇതുവരെയുള്ള എല്ലാത്തിനും എന്ത് ചെയ്തു, റിപ്ലൈ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇന്ന് മുതലുള്ളതാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്, എന്തായാലും തരും കേട്ടോ. ഓക്കെ, മഹാത്മാഗാന്ധിയിൽ നിന്ന് മക്കൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഏകദേശം സെറ്റായി. അതായത് essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ ഏർലി സ്ട്രഗിൾ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, സാൾട്ട് സത്യാഗ്രഹം, അതായത് ആദ്യകാല സമരങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ തന്നെ ഉപ്പ് സത്യാഗ്രഹം, ഈ 3 കാര്യങ്ങൾ. 3 സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചമ്പാരനിലെ സമരമുണ്ട്, ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ. രണ്ടാമത്തെ സമരം ഏതായിരുന്നു? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. മൂന്നാമത്തെ ഏതാണ്? പെസൻ സ്ട്രഗിൾ ഇൻ കേരളയിലെ കർഷക സമരം. അങ്ങനെ 3 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അറിയാലോ, കോടതികൾ ബോയ്ക്കോട്ട് ചെയ്തു, ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബോയ്ക്കോട്ട് ചെയ്തു, ഫോറിൻ പ്രൊഡക്റ്റ് ബോയ്ക്കോട്ട് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ എലക്ഷൻ ബോയ്ക്കോട്ട് ചെയ്തു, പിന്നെ അവർ തന്ന എല്ലാ പുരസ്കാരങ്ങളും തിരികെ കൊടുത്തു, പിന്നെ ആന്ധ്രയിലുള്ള ആൾക്കാർ വനനിയമം ലംഘിച്ചുകൊണ്ട് വനത്തിനുള്ളിൽ കയറി, പിന്നെ അതുപോലെ തന്നെ അവധിലെ ഫാമേഴ്സ് എന്ത് ചെയ്തില്ല, നികുതി കൊടുത്തില്ല. ഇതൊക്കെ എന്താ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. ഇനി സാൾട്ട് സത്യാഗ്രഹം, അപ്പോൾ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് വരാനുള്ള നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ് കേട്ടോ. റൗലറ്റ് നിയമമായിരുന്നു ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആഹ്വാനം ചെയ്യാനുള്ള കാരണം, അല്ലെങ്കിൽ നിസ്സഹകരണ സമരം ആഹ്വാനം ചെയ്യാനുള്ള കാരണം. പിന്നെ അതിൽ തന്നെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്ത് പോകണേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് മറ്റൊരു കാര്യമാണ് സാൾട്ട് സത്യാഗ്രഹം. അതായത് സാൾട്ടിന് മേലുള്ള നികുതി അല്ലെങ്കിൽ വില ഭയങ്കര കൂടുതലായിരുന്നു. അത് അവിടുത്തെ എല്ലാ വീട്ടുകാർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻഡിസ്പെൻസിബിൾ ഫാക്ടറാണ് ഈ സാൾട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാൾട്ടിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, സാൾട്ട് ഒരു വെപ്പണായിട്ട് എടുത്താൽ ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിക്കുന്നു ഗാന്ധിജിക്ക് മനസ്സിലായി. അതാണ് സാൾട്ട് എടുക്കാനുള്ള കാരണം. അങ്ങനെ സബർമതി ആശ്രമത്തിൽ നിന്നും അടുത്തുള്ള എന്ത് ചെയ്താണ്, തീരദേശത്ത് പോയിട്ട് ഉപ്പ് കുറുക്കിയിട്ട് ആ നിയമം ലംഘിക്കുകയാണ്. അതാണ് ആ കാര്യങ്ങളിൽ പഠിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന് ശേഷം ഗാന്ധിജി ഗുജറാത്തിൽ 2 സത്യാഗ്രഹങ്ങളിൽ പങ്കെടുത്തിരുന്നു. അവ ഏതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. അവ ഏതെല്ലാം എന്ന് വെച്ചാൽ അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, പെസൻ സ്ട്രഗിൾ ഇൻ കേരള, അതും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി ആ കൺട്രി ടോൺ അപ്പാർട്ട് 13ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത്, അവിടുത്തെ എഫക്റ്റ് വുമൻസ്, സ്ത്രീകളെ എങ്ങനെയൊക്കെയാണ് അവിടെ ബാധിച്ചത്, അതായത് സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടു, സ്ത്രീകളെ വിൽക്കപ്പെട്ടു, സ്ത്രീകൾ ആത്മഹത്യക്ക് വേണ്ടി പ്രേരിപ്പിച്ചു, ഇങ്ങനെയുള്ള കുറേ. പിന്നെ മറ്റേ അറിയാത്ത സാഹചര്യങ്ങളിൽ പലരുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. അതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണ് പഠിക്കണത്, നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്യാബിനറ്റ് മിഷൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ലീഗിൻ്റെ ആ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. ലീഗിൻ്റെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട്
അവിടെ എന്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്, അവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, മുസ്ലിം മെജോറിറ്റി ഉള്ളവർക്ക് ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 3 അംഗ സംഘത്തെ ആര് വിടുകയാണ്, ക്യാബിനറ്റ് മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നമ്മൾ ഡൽഹിയിലേക്ക് ബ്രിട്ടനിൽ ആളെ വിടുകയാണ്. അങ്ങനെ അവരെന്ത് ക്യാബിനറ്റ് മിഷൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി എന്നൊക്കെ പറഞ്ഞു. സെക്ഷൻ എ എന്ന് പറഞ്ഞാൽ ഹിന്ദു മെജോറിറ്റിയുള്ള ഭാഗങ്ങൾ, സെക്ഷൻ ബിയും സിയും മുസ്ലിം മെജോറിറ്റിയുള്ള ഏരിയകൾ. അതെന്ത് ചെയ്തു അവർക്ക്. പക്ഷെ പിന്നീട് കോൺഗ്രസും അതുപോലെ തന്നെ ലീഗും എന്ത് ചെയ്തില്ല, ഇവരുടെ റെക്കമെൻഡേഷൻ ഒന്നും സ്വീകരിച്ചിട്ടില്ല. അതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കട്ടോ. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ നോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ പാർട്ടീഷനെ പറ്റിയിട്ട് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞു. 2022 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പാർട്ടീഷന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വിലയിരുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടീഷന്റെ കാര്യങ്ങൾ, അതായത് വിഭജനത്തിന്റെ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്. വിഭജനത്തിന്റെ സമയത്ത് ഒരു വയലൻസ്, നല്ല എന്തായിരുന്നു, കലാപമായിരുന്നു. ഒരുപാട് ആളുകൾ കില്ല് ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ റേപ്പ് ചെയ്യപ്പെട്ടു. മില്യൺസ് വെയർ അപ്രൂട്ടഡ്, അതായത് ഒരുപാട് ആളുകളുടെ സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായി പോയി. പിന്നെ അതുപോലെ തന്നെ അക്രോസ് ബോർഡേഴ്സ് ഒരുപാട് മൈഗ്രേഷൻസ് വന്നു. പിന്നെ വീട് നഷ്ടപ്പെട്ടു, പ്രോപ്പർട്ടി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, ചൈൽഡ്ഹുഡ് മെമ്മറീസ് നഷ്ടപ്പെട്ടു, അതായത് നമ്മുടെ ചെറുപ്പകാല മെമ്മറീസ് ഒക്കെ നഷ്ടപ്പെട്ടു. ഒരുപാട് കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും കുടുംബങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ വേർപ്പെട്ടു. അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. പിന്നെ ഹോളോകാസ്റ്റ്, ജർമ്മനിയിലെ ഹിറ്റ്ലർ നടത്തിയ ഒരു കൂട്ടക്കൊലയാണ് ഈ ഹോളോകാസ്റ്റ്. അതേപോലെയാണ് നമ്മുടെ ഇവിടെ വയലൻസ് നടന്നത് പാർട്ടീഷൻ്റെ സമയത്ത് കേട്ടോ. അതൊക്കെ പറയാം. പിന്നെ അല്ലാമ മുഹമ്മദ് ബിക്കാവലാണ് ഈ പാകിസ്ഥാൻ എന്നുള്ള ആശയം വരുന്നത്. അതൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പിന്നെ കാംബ്രിഡ്ജിലെ ഒരു പഞ്ചാബി മുസ്ലിം വിദ്യാർത്ഥി ചൗധരി റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. അതൊക്കെ എന്ത് ചെയ്യണം, വരുത്തണം. ഇനി നമ്മുടെ 10ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ജോട്ടേദാർമാർ ആരായിരുന്നു. ആരാണ് ഈ ജോട്ടേദാർമാർ എന്ന് പറഞ്ഞത്? റിച്ച് പെസൻസ് ആണ്. അതായത് ദിനജ്പൂർ ജില്ലയിലെ റിച്ച് പെസൻസ് ആണ് ഇത് ജോട്ടേദാർമാർ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ വേസ്റ്റ് ലാൻഡ്, ഒരുപാട് ഭൂമിയും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെക്കട്ടോ. പിന്നെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, റേറ്റ് വാരി സിസ്റ്റം, അവിടെ നടത്തിയ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരു സംഭവമാണ് ഏതെന്ന് പറഞ്ഞ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ, പെർമനന്റ് സെറ്റിൽമെന്റ്, പിന്നെ റൈറ്റ് വാരി സെറ്റിൽമെന്റ്. പെർമനന്റ് സെറ്റിൽമെന്റ് കൊണ്ടുവന്ന വ്യക്തിയുടെ പേര് ലോർഡ് കോൺവാലിസ് ആണ്. 60% നികുതി കൊടുക്കണമായിരുന്നു. പിന്നെ അത് പണമായിട്ട് തന്നെ കൊടുക്കണമായിരുന്നു. നികുതി വലിയ ഭാരമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ജമീന്ദാറുകളാണ് ടാക്സ് കളക്ട് ചെയ്തിരുന്നത് പെർമനന്റ്. പക്ഷേ റേറ്റ് വാരിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവിടെ ജമീന്ദാറുകളല്ല ടാക്സ് കളക്ട് ചെയ്യുന്നത്, ഡയറക്റ്റ് റേറ്റുകൾ തന്നെയാണ്. അതായത് കർഷകർ തന്നെയാണ് എന്ത് കൊടുക്കേണ്ടി വന്നിരുന്നത്, നമ്മുടെ ഈ പറയുന്ന നികുതിയൊക്കെ കൊടുക്കേണ്ടി വരുന്നത് കർഷകർ തന്നെയാണ് കൊടുക്കേണ്ടി വന്നത്. പക്ഷേ ഇവരെന്താണ്, അതത് മണ്ണ് നോക്കിയിട്ടാണ്, അതായത് ഫെർട്ടൽ സോയിലാണ്, അവിടെ വളക്കൂറുള്ള മണ്ണാണെങ്കിൽ മാത്രമാണ് വലിയ നികുതിയൊക്കെ വരുന്നത്. എവരി 30 ഇയേഴ്സിലും എന്ത് നടന്നിരുന്നു, എവരി 30 ഇയേഴ്സിലും ഒരു സർവേ നടന്നിരുന്നു. അതെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ 3 ചാപ്റ്ററിന്, അതായത് 11, 12, 13 പിന്നെ 10, ഈ 4 ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ മക്കളെ എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുമായിട്ട് SP അടിവര സഹദ്, ഇതിൽ ഇൻസ്റ്റഗ്രാമാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുക. ഹാപ്പിയായ ഓൾവേസ് ബി ഹാപ്പി. ബൈ ബൈ.